പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. ജില്ലയുടെ മലയോര മേഖലയിൽ ജാഗ്രത അനൗൺസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്തുള്ളവർക്കാണ് മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകുന്നത്. അതിശക്തമായ മഴ തുടരുകയാണ്. ആയതിനാൽ കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുന്നു. ആങ്ങുമൊഴി വനങ്ങളിൽ ശക്തമായ മഴയും ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ഇന്ന് രാത്രിയിൽ മിന്നൽ പ്രളയം ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നൽകിയ അറിയിപ്പ് പ്രകാരം വി ജയശങ്കർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഇപ്പോൾ വരുന്ന മണിക്കൂറുകൾ പത്തനംതിട്ടയ്ക്ക് ഏറെ നിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? അതായത് ഈ രാത്രി ഏറെ നിർണായകമാണെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഈ ഒരു മിന്നൽ പ്രളയ സാധ്യത ഇവിടെ ഈ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ജില്ലയിൽ ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിന് ഭൂമിശാസ്ത്രപരമായി താങ്ങാവുന്നതിലധികം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ. അപ്പോൾ ഒരു വലിയ മഴ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലൊക്കെ തന്നെ ഉണ്ടായാൽ അതൊരു മിന്നൽ പ്രളയമായി മാറാം. പ്രത്യേകിച്ച് മഴയൊക്കെ ശക്തമായി പെയ്യാനുള്ള സാധ്യതയുണ്ട്. വൈകിട്ടോടുകൂടി വലിയ തോതിൽ മഴയുടെ തോതൊക്കെ വർദ്ധിച്ചൊരു സാഹചര്യമാണ്. അങ്ങനെയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടമൊക്കെ ഒരു മിന്നൽ പ്രളയ സാധ്യത മുന്നിൽ കണ്ടത്. ഇതിന്റെ ഭാഗമായാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ ഇപ്പോഴെന്തായാലും ജാഗ്രതാ അനൗൺസ്മെന്റുകൾ തുടങ്ങിയിരിക്കുന്നത്. ജീപ്പുകളിലാണ് ഇത്തരത്തിൽ അനൗൺസ്മെന്റ് നടത്തുന്നത്. പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്, മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത്. ആളുകൾ കരുതലോടെ ഇരിക്കണം. ഏത് തരത്തിലുള്ള അത്യാഹിതവും ഈ രാത്രിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. കക്കാട്ടാറിന്റെയും ഒപ്പം തന്നെ പമ്പാ നദിയുടെയും തീരത്തുള്ളവർക്കാണ് മിന്നൽ പ്രളയ മുന്നറിയിപ്പുള്ളത്. പമ്പാ നദി ഇതിനോടകം തന്നെ ഈ പ്രളയ സമാന സാഹചര്യത്തിലാണുള്ളത്. ഈ ആറന്മുളയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ നദി കര കവിഞ്ഞ് ഇപ്പോഴും ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. നദിയിലെ ജലനിരപ്പ് 2 അടിയോളം മാത്രമാണ് ഇന്നൊരു പകൽ മഴയില്ലാതെ നിന്നിട്ട് പോലും താഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രാത്രി ഏതെങ്കിലും തരത്തിൽ ശക്തമായി വനത്തിനുള്ളിൽ ഉരുൾപൊട്ടലോ വലിയ തോതിൽ ശക്തമായ മഴയോ ലഭിച്ചാൽ അത് വലിയ തോതിലുള്ള മിന്നൽ പ്രളയത്തിന് തന്നെ കാരണമാകും. അങ്ങനെ ഒരു വിലയിരുത്തലാണ് സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും നാട്ടുകാർക്ക് ജാഗ്രത നൽകുന്നതിന് വേണ്ടി മലയോര മേഖലകളിൽ അനൗൺസ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ആറന്മുള, കോഴഞ്ചേരി, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇടവിട്ട് പെയ്യുകയും ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ കർശനമായ മുന്നറിയിപ്പുകളാണ്. പത്തനംതിട്ട മേഖലയിലുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ മുന്നറിയിപ്പുകളും കൃത്യമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.